മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോ വളരെ വലിയ രീതിയിൽ അനന്തു അജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ഒരു ഭാഗത്ത് സുഡാപ്പികള്, കമ്മികള്, കൊങ്ങികള്, മാപ്രകള് സകലരും ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന അനന്തു അജിയെയും പൊക്കിപ്പിടിച്ച് RSSന്റെ തലയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏതായാലും ഈ ഒരു വിഷയം വളരെ നിഷ്പക്ഷമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അനന്തു അജി എന്ന് പറയുന്നൊരു യുവാവ് രംഗത്ത് വരുന്നു. പ്രത്യേകം ഓർക്കേണ്ടതാണ്, ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് വരുന്നത്. അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ അനന്തു അജിയുടെ ഭാഗത്ത് നിന്ന് അവര് തന്നെ പോസ്റ്റ് ചെയ്ത വിഷയങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കേട്ടിട്ട് ഓരോ മലയാളിയും ചിന്തിക്കുക, സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും ഈ പറയുന്ന മാപ്രകളുടെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന്. ഈ അനന്തു അജിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഈ ഒരു പോസ്റ്റ് വന്നതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നു, എന്റെ വയസ്സ് 26. എന്നെ വളരെ വലിയ രീതിയിൽ NM എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പേടിപ്പിച്ചു, ഉപദ്രവിച്ചു. അതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ആത്മഹത്യ എന്നാണ് പ്രധാനമായിട്ടും അതിൽ എടുത്തു പറയുന്നത്. അതിൽ മറ്റൊന്ന് എടുത്തു പറയുന്നത്, എൻ്റെ 3 വയസ്സ് മുതൽ എന്നെ പീഡിപ്പിക്കുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ വർഷമാണ്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. 26 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ആ വ്യക്തിയെ ഒരു 3 വയസ്സ് മുതൽ ഒരുപാട് പീഡിപ്പിച്ചിട്ടുള്ളൊരു വിവരം മനസ്സിലാക്കുന്നത് തൻ്റെ 24-ാം വയസ്സിൽ അല്ലെങ്കിൽ 24.5 വയസ്സായ സമയത്താണ്. 1.5 വർഷം, 1 വർഷം മുമ്പാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് ഒരു വ്യക്തി പറയുന്നത്. ഈ വ്യക്തി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതായത് വളരെ വലിയ രീതിയിൽ തന്നെ എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് പറയുന്നത്. തൻ്റെ 3-ാം വയസ്സ് മുതൽ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ പോസ്റ്റിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നെ, അതായത് ആദ്യ പോസ്റ്റിൽ NM എന്ന് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് വീഡിയോ വരുന്നതും ഈ പറയുന്ന NM എന്ന വ്യക്തിയുടെ പേരുൾപ്പെടെ നിതീഷ് മുരളീധരൻ എന്നത് ഉൾപ്പെടെ പുറത്തു വരുന്നത് രണ്ടാമത്തെ വീഡിയോയിലാണ്. അതായത് ഈ ആദ്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ തന്നെ ഒരു RSSകാരനുമായിട്ട് മുന്നോട്ട് പോകരുത്, അത്രയും മോശമാണ്. അങ്ങനെ RSSനെതിരെ അടച്ചാക്ഷേപിക്കാണ്. ഇതേ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അച്ഛനാണ്, എൻ്റെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് എൻ്റെ അച്ഛനെയാണ് കാണുന്നത്. ഈ അച്ഛൻ RSSന്റെ താലൂക്ക് ലെവൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. RSSകാരനായ തൻ്റെ അച്ഛനാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുകയും അതേ RSSലെ ആരുമായിട്ടും ഒരു ബന്ധമുണ്ടാവരുത് എന്ന് പറയുന്നതിലും കൃത്യമായിട്ടൊരു പ്രശ്നം അവിടെ ഇല്ലേ? ഇനി ഒരു പ്രശ്നം NM എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുമായിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സംഘടന മൊത്തം മോശമാണ് അത് നിരവധി തവണ പറയാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ വ്യക്തി തന്നെ ആദ്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ OCD രോഗമുണ്ട്, എനിക്ക് OCD രോഗമുണ്ട്. ഈ OCD രോഗം എന്ന് പറയുന്നത് തന്നെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീടിന്റെ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് അടച്ചിട്ടുണ്ടോ എന്ന് നിരവധി തവണ തിരിച്ചുപോയി നോക്കുന്ന തരത്തിലുള്ള ഒരു രോഗം. അതായത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തന്നെ ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ട്, വെറുപ്പിലേക്ക് എത്തിയിട്ട്, അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ളൊരു രോഗമാണ് ഈ OCD എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനും സാധിക്കും. അങ്ങനെ ഇതിൽ കൃത്യമായിട്ട് നിരന്തരം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ഈ പോസ്റ്റ് 15 പേജോളമാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത്. 15 ഫോട്ടോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ പറയുന്നുണ്ട്, ഞാൻ പെണ്ണാലോചനകൊക്കെ പോയത് എന്നെ വെറുതെ ഞാൻ അതിനെ എതിർത്താൽ എയറിൽ കയറ്റേണ്ട എന്ന് പറഞ്ഞിട്ടാണ്, ഞാനത് അമ്മയുടെയും ഒക്കെ ഇഷ്ടത്തിനാണ് പോയിട്ടുള്ളത് എന്നുകൂടി, പെണ്ണ് കാണലിന് പോയത് കൂടി ട്രോളിക്കൊണ്ട് ഞാനത് വെറുതെ പോയതാണെന്ന രീതിയിലും ഈ ഇൻസ്റ്റഗ്രാമിലെ ആദ്യ പോസ്റ്റിൽ വരുന്നുണ്ട്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത്
മരണപ്പെട്ടതിനൊക്കെ ശേഷം തന്നെ വീഡിയോ ഷെഡ്യൂൾ ചെയ്തു വെച്ചതാണ് എന്നാണ് പറയുന്നത്. ഈ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിച്ച ആള് വിവാഹമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നെ ഇത്രയും കാലം 1.5 വർഷമായിട്ട് ഈ പറയുന്ന വ്യക്തി എന്നെ ഉപദ്രവിച്ച ആള് കല്യാണം കഴിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിൽ കൃത്യമായ പ്രശ്നങ്ങളില്ലേ? 3 വയസ്സ് മുതൽ ഇവർ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കരുതും 3 വയസ്സുള്ള സമയത്ത് അന്ന് 30 വയസ്സുള്ള ആള് ഉപദ്രവിച്ചതുപോലെയല്ല. ഞാൻ ഇവർ 2 പേരുടെയും ഫോട്ടോ ഇവിടെ കൊടുക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന NM എന്ന് പറയുന്ന നിതീഷ് മുരളീധരന് ഒരുപാട് വയസ്സ് മാറ്റമുള്ള ആളൊന്നല്ല. ഒരു 4, 5, 6 വയസ്സിൽ മാറ്റം. അതായത് ഇതൊക്കെ ഓരോ ആളുകളും ഒന്ന് കൃത്യമായിട്ട് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഈ വ്യക്തിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് ഇതൊരു വിഷയമായിട്ട് ഇവന് തന്നെ വരുന്നത്, ഈ വ്യക്തിക്ക്. അപ്പോ ഈ പറയുന്ന തന്നോടൊപ്പം അല്ലെ തന്നെ ഉപദ്രവിച്ചിട്ടുള്ള വ്യക്തി വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള അസ്വസ്ഥതയാണോ? അവർ നല്ലൊരു ജീവിതം നയിക്കുന്നതിനുള്ള പ്രശ്നമാണോ? ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും ഈ NM എന്ന് പറയുന്ന വ്യക്തിയെ ഒന്നും ആ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അന്വേഷിക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ. പക്ഷേ ഒരു വ്യക്തിക്കെതിരെ ഉള്ളതിന് എന്തിനാണ് RSSനെതിരെ അടച്ചാക്ഷേപിക്കുന്നത്? RSSകാരൊക്കെ മോശമാണെന്ന് പറയും. അതേ പോസ്റ്റിൽ തന്നെ എന്റെ അച്ഛൻ ഏറ്റവും നല്ല മനുഷ്യരാണ്. ഏത്? RSSകാരനായ അച്ഛൻ ഏറ്റവും നല്ല മനുഷ്യരാണ്. ഇത് ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇവരുടെ സഹോദരി ഒരു ഈരാറ്റുപേട്ടക്കാരനായിട്ടുള്ള അൻസിൽ അളിയനുമായിട്ടാണ്. അൻസിൽ അളിയൻ ഭർത്താവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അൻസിൽ അളിയനാണ് തന്റെ കാറ് എന്ന് വ്യക്തമായിട്ട് ഈ ഒരു ആദ്യത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ കൂട്ടി വായിക്കണം. ഈ അൻസിൽ അളിയന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇവൻ ഇടപഴകിയത് ആരൊക്കെയാണായിട്ടാണ്? മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവരുടെ അമ്മക്ക് വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലിക ജോലിയിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ സഹായമാണ് എന്ന്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ സഹിതം കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. നമ്മൾ ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ പറയുന്ന അനന്തു അജി പറഞ്ഞ വിഷയങ്ങൾ മാത്രമാണ്. ആ പോസ്റ്റുകൾ തന്നെ വളരെ വ്യക്തമാണ്. RSSനെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ ഈ പറയുന്ന തന്നെ ഉപദ്രവിച്ച ഒരാളെ അല്ല ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായിട്ട് ആ പോസ്റ്റിലുടനീളം RSS എന്ന ഇത് കൃത്യമായിട്ടൊരു ഗൂഢാലോചനയുണ്ട്. ഒരു തർക്കമില്ലാത്ത വിഷയ. നമ്മൾ കോൺഗ്രസില് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് വന്ന സമയത്ത് കോൺഗ്രസിലെ സകലരും പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ബുദ്ധിയും ബോധവും ഉള്ള ഒരു മനുഷ്യരും അത് പറയാനും സാധിക്കൂല. അപ്പൊ ഓരോ ആളുകളും ഇതൊക്കെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. RSSനെ അടച്ചാക്ഷേപിക്കാൻ, പ്രത്യേകിച്ച് RSS 100ാം വാർഷികം രാജ്യത്തുടനീളം വലിയ രീതിയിൽ ആഘോഷിച്ചോണ്ടിരിക്കുക. ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഈ പറയുന്ന അനന്തു അജി പറയുന്നത് പോലെ ഒരു ആരോപണം പോലും RSSന് നേരെ വന്നിട്ടില്ല. RSSനെ മോശമാക്കാൻ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അതേപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നു. കേരളത്തിലൊക്കെ RSSനെ വലിയ രീതിയിൽ വളരെ വലിയ രീതിയിൽ RSSലേക്ക് കൈയടിച്ചോണ്ടിരിക്കുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇതൊരു സുഡാപ്പി അജണ്ടയാണോ? അൻസിൽ അളിയനെയൊക്കെ കൊടഞ്ഞ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു തർക്കം അതിലൊന്നുമില്ല. ഇത് കൃത്യമായിട്ടൊരു ഗൂഢാലോചനയാണ്. ഇവർക്കെതിരെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അമ്മികളല്ലേ കേരളം ഭരിക്കുന്നത്, അവരുടെ കയ്യിലല്ലേ ആഭ്യന്തരമുള്ളത്. നമ്മുടെ മുഖ്യന്റെ വകുപ്പ് തന്നെയല്ലേ. ആഞ്ഞന്വേഷിക്കൂ, ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരൂ. പരമാവധി നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കൂ, അന്വേഷിച്ച് കണ്ടെത്തൂ. അല്ലാതെ ഒരു തെളിവുമില്ലാതെ RSSന്റെ പുറകെ പോകുന്നതിലൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. സുഡാപ്പികൾ നമ്മുടെ കേരളത്തില് ആഘോഷിച്ചുകൊണ്ടിരിക്കുക, തിരിഞ്ഞും മറിഞ്ഞും ആഘോഷിക്കുക. ഒരു തെളിവുമില്ലാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു തെളിവില്ല. ഒരാൾ സുപ്രഭാതത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യുന്നത്, അത് പൊക്കിപ്പിടിക്കുന്നതിനൊക്കെ എങ്ങനെയാണ് ഒരു തെളിവുമില്ലാതെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനക്കെതിരെ, ഈ രാജ്യം തന്നെ ഭരിക്കുന്ന ഒരു സംഘടനക്കെതിരെ ഒരു തെളിവുമില്ലാതെ ആളുകൾ വിളിച്ചു പറയാ? ഏതെങ്കിലും ഒരാള് OCD പോലെയുള്ള ഒരു രോഗമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു രോഗം 7ഓളം മരുന്ന് പൊക്കിപ്പിടിക്കുന്നുണ്ട്.
ഈ അനന്തു അജി വ്യക്തമായിട്ട് തന്റെ വീഡിയോയിൽ ഓരോ മരുന്ന് എണ്ണുന്നുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ട് 7 മരുന്നുകൾ പൊക്കിപ്പിടിച്ചിട്ട് ഈ അനന്തു അജി തന്നെ പൊക്കിപ്പിടിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്, ഇതാണ് എന്നെ നിലനിർത്തുന്നത്, എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാനസിക സംഘർഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ മാപ്രകൾ എങ്ങനെയാണ് ഒരു ആധികാരികതയും ഇല്ലാത്ത ഒരു വിഷയത്തെ വലിയ രീതിയിൽ ഒരു സംഘടനക്ക് നേരെ വലിയ രീതിയിൽ അത് തോന്നിയതുപോലെ വാർത്ത കൊടുത്തോണ്ടിരിക്കുക? മാപ്രകൾക്ക് മറുപടി പറയണം. എങ്ങനെയാണ് ഒരു തെളിവുമില്ലാത്ത വിഷയത്തെ RSSന് നേരെ നിങ്ങൾ ഉന്നയിക്കുക? ഇത് കൃത്യമായിട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു OCD പോലെയുള്ള ഒരു രോഗമുള്ള വലിയ പ്രശ്നങ്ങളുള്ള ഒരു രോഗമുണ്ട് എന്ന് കൃത്യമായ തെളിവ് സഹിതം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി രംഗത്തെത്തിയിട്ട് RSSനെതിരെ പറയുമ്പോൾ അതെങ്ങനെയാ പൊക്കിപ്പിടിക്കുക? ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വ്യക്തിക്കെതിരെ പറയുന്നതിന് പകരമായിട്ട് ഒരു സംഘടനയെ തന്നെ അടച്ചാക്ഷേപിക്കുമ്പോൾ തന്നെ അതിൽ വിഷയങ്ങളില്ലേ? നമ്മൾ ആദ്യമായിട്ടാണോ ഇതുപോലെയുള്ള ഒരു വിഷയം കേൾക്കുന്നത്? പീഡനവും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന് ഒരു സംഘടന മൊത്തം പ്രശ്നമാണ്. കോൺഗ്രസിൽ ഏതെങ്കിലും ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺഗ്രസ് മൊത്തം പ്രശ്നമാണെന്നാണ് പറയല്, അല്ലെങ്കിൽ ആ വ്യക്തിയെ രാജിവെപ്പിക്കണമെന്നല്ലേ പറയാറുള്ളൂ? ഇതൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ കേരളത്തിൽ സുഡാപ്പി, മാപ്രകള്, കമ്മികൾ, കൊങ്ങികൾ ഇവരൊരു ഒറ്റക്കെട്ട ഒരു ഭാഗത്ത് ഒരു തെളിവും ഇവർക്ക് വേണ്ട. ഇത് കൃത്യമായിട്ട് തെളിവില്ലാതെ ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് RSSന്റെ മേലോട്ട് കുതിര കയറാൻ വരുന്നത്? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന അൻസുൽ അലിയൻ ഏതാണ്, ആരാണ്, ഇവരുടെ വീടിനടുത്തുള്ള ആളുകൾ ആരൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപെടലുകളിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടക്കുകയും അതൊക്കെ തന്നെ കൃത്യമായിട്ട് പുറത്തു വരികയും ചെയ്യും. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നമുക്ക് ഈ ഒരു അനന്തു അജി പറഞ്ഞ വിഷയത്തിൽ തന്നെ വ്യക്തമാണ്, ഇത് RSSനെതിരെയുള്ള വലിയ ഗൂഢാലോചനയാണ്. ഈ ആത്മഹത്യക്ക് പിന്നിലും മറ്റെന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ, ഒരു കൊലപാതക ശ്രമം പോലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഗൂഢാലോചന തന്നെയാണ്. ബോധമുള്ള ഏതൊരാൾക്കും അത് അനന്തു അജിയുടെ പോസ്റ്റുകൾ വായിച്ചാലും ആ വീഡിയോ കണ്ടാലും വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.